നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നെന്താണാവോ നേരത്തെ കൂടണയാന്ന് വെച്ചത്? കള്ളു കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ലേ? മനസ്സിന്റെ വിഷമം കൊണ്ടാ കുടിക്കുന്നത്. എന്ന് വെച്ച് എപ്പോഴും കുടിക്കാൻ കാശ് വേണ്ടേ? അപ്പോ രണ്ടെണ്ണം അടിച്ച് വിഷമം തീർക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാ നീ വേഗം വീട്ടിലേക്ക് വന്നതല്ലേ? മാമനെല്ലാം തമാശ. എന്റെ മോനെ കാണാൻ കഴിയാതെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയാം. നമ്മൾ പോയി ചീരുവിനെ മക്കളെയും കണ്ടു വന്നിട്ട് ദിവസം ആയില്ലല്ലോ ഇവനെ. ഇനി ദിവസം അവിടെ പോയി അവരെ കണ്ടിട്ട് വരണമെങ്കിൽ അതിനും കാശ് വേണ്ടേ? ആ ബുള്ളറ്റ് ദുബായി പോകുമ്പോൾ കൊടുത്തു കളഞ്ഞ വലിയ അബദ്ധമായി. ഇപ്പോഴെങ്കിലും നിനക്കത് ബോധ്യമായല്ലോ. അന്ന് വിൽക്കണോന്ന് ഞാൻ നിന്നോട് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? പുതിയ കാർ ബുക്ക് ചെയ്തിട്ട് ദുബായിൽ നിന്ന് തിരിച്ചു വരുമെന്ന്. അന്ന് അവിടുത്തെ ബിസിനസ്സിലിറക്കാൻ കാശ് തികയാതെ വന്നാലോ എന്ന് ആലോചിച്ചാ മാമ കിട്ടിയ വിലക്ക് ഞാൻ പൊന്നുപോലെ കൊണ്ടു കിടന്ന വണ്ടി വിൽക്കേണ്ടി വന്നത്. പൊന്നുപോലെ കൊണ്ടു കിടന്നതാണെങ്കിൽ നീ അത് കൊടുക്കില്ലായിരുന്നു. പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിന്റെ പുറകെ പോകുന്നതാ നിന്റെ ശീലം. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൈവിട്ട് പോയതൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ നോക്ക്. അതിനുള്ള സമയവും കഴിവൊക്കെ നിനക്കുണ്ട്. ജോലി ചെയ്ത് കാശുണ്ടാക്കാനുള്ള ഒരു മനസ്സ് ആദ്യം നീ ഉണ്ടാക്കിയെടുക്കണം. എനിക്കിനിയൊരു ഉണർവുണ്ടാവണമെങ്കിൽ എൻ്റെ മോൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും ഒന്ന് അറിയാൻ പറ്റണം. അതിന് അവളെ വിളിച്ചിട്ടാണെങ്കിൽ അവൾ ഫോണും എടുക്കുന്നില്ല. അമ്പിളി ചേച്ചിയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. നിനക്ക് അത്യാവശ്യ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനന്തം മാഷിനെ വിളിച്ചു നോക്കാലോ. വിനയാ, അതിന് അച്ഛൻ പഞ്ചരത്നത്തിലില്ല മാമ. ഇവിടെ അനുവിൻ്റെ വീട്ടിലെന്തോ കാര്യത്തിന് വന്നിരിക്കുക. അപ്പോ പഞ്ചരത്നത്തിൽ ആണുങ്ങൾ ആരുമില്ലേ? അച്ഛന് പകരം രഘു പഞ്ചരത്നത്തിലുണ്ടെന്നാ ഇന്ദ്രനെ വിളിച്ചവൻ പറഞ്ഞു. എങ്കിൽ നീ രഘുവിനെ വിളിച്ചു നോക്ക്. അതോ അവൻ നീ വിളിച്ചാൽ ഫോൺ എടുക്കില്ലേ? അറിയില്ല. ഞാനും അങ്ങനെ വലിയ രസത്തിലൊന്നും അല്ലല്ലോ. എന്തായാലും വിളിച്ചു നോക്കാം. എടുക്കാൻ സാധ്യത കുറവാ. ചേച്ചി, ഇതൊക്കെ ഞാൻ ചെയ്തോളാം ചേച്ചി. ആ പില്ലോ കവറൊക്കെ അവിടെ വെച്ചാൽ മതിയായിരുന്നല്ലോ. നീ അങ്ങോട്ട് മാറി നിന്നേ. ഇതോടെ ചെയ്തോണ്ടേ എന്റെ വളയൊന്നും ഊരിപ്പോലല്ലോ. ചേച്ചി, എടി നിനക്ക് കഞ്ഞി എടുക്കാറായോ? കുറച്ച് സമയോടെ കഴിയട്ടെ. ഇപ്പൊ വിശപ്പ് തോന്നണില്ല. അല്ല, ഇത് നിന്റെ ഫോണിന്റെ റിംഗ് ടോൺ അല്ലല്ലോ. അല്ല, രഘുവേട്ടന്റെ ഫോണാ അത്. രഘുവേട്ടനകത്തുണ്ടോ ചേച്ചി? ഇല്ല, മുറ്റത്തൂടെ നടക്കുകയാണെന്ന് തോന്നുന്നു. അല്ല, ഈ ഫോൺ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേ? രഘുവേട്ടൻ എപ്പോഴും ഫോണിലാണെന്നാണല്ലോ അമ്പിളി ചേച്ചിയുടെ സംശയം. അത് മാറാൻ വേണ്ടിയാ രഘുവേട്ടൻ ഫോൺ ഇവിടെ വെച്ചേ. ഓ, രഘുവേട്ടന് വരുന്ന കോളും മെസ്സേജും ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അമ്പിളി ചേച്ചി ആ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഫോൺ രഘുവേട്ടന് കൊടുക്ക്. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഫോൺ ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു കള്ളലക്ഷണമല്ലേ? ഇങ്ങനെ തെളിവുകൾ നിരത്തിയിട്ടൊന്നും സത്യസന്ധത തെളിയിക്കണ്ട. ഭാര്യയെ ചതിക്കില്ലെന്ന് ആദ്യം മനസ്സുകൊണ്ട് ഉറപ്പ് വരുത്തണം. ഇത് വലിയ കഷ്ടോ ചേച്ചി. രഘുവേട്ടൻ മനസ്സുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ചിട്ടില്ലെന്ന് ചേച്ചിക്ക് എങ്ങനെ പറയാൻ പറ്റും? അത്യാവശ്യക്കാരാരുവാണെന്ന് തോന്നുന്നു. ചിലപ്പോഴേ നിന്റെ രഘുവേട്ടന്റെ മനസ്സിലിരിപ്പ് ഈ കോളിൽ തന്നെ ഉണ്ടാവും. ആരേച്ചി? ഇത് വിനയന. അവൻ തന്നെ 2 തവണയും വിളിച്ചത്.
ആ നീ തന്നെ രഘുവേട്ടനെ വിളിച്ച് ഇതങ്ങ് കൊടുത്തേക്ക്. വേണ്ട, അയാൾ എന്നെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടായിരിക്കും രഘുവേട്ടനെ വിളിച്ചത്. രഘുവേട്ടനെ തിരിച്ചു വിളിക്കണ്ട. കുറച്ച് കാശ് ഇവിടെ തന്നിട്ട് പോയതുകൊണ്ട് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനാവും. ആ ഇപ്പൊ അമ്പിളി ചേച്ചി എന്ത് പറയുന്നു? രഘുവേട്ടന്റെ ഭാഗത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ? സ്വന്തം ഫോണില് കള്ളത്തരം കാണിച്ചാലേ പിടിക്കപ്പെടുന്ന ഏത് കള്ളനെ അറിഞ്ഞൂടാത്തത്? ചേച്ചി പകരം വേറൊരു ഫോണും വേറൊരു നമ്പറും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടാവും. അത്യാവശ്യത്തിന് അങ്ങോട്ട് വിളിച്ചാ മതിയല്ലോ. ആ പിന്നെ വണ്ടി ഉള്ളത് കൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് ആരും കാണാതെ അതിനകത്ത് സൂക്ഷിക്കാനും പറ്റും. ഓ ചേച്ചി ഒരു മഹാസംഭവം തന്നെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള വിവരം ബുദ്ധിയും ചേച്ചിക്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിയുന്നത്. സത്യം പറഞ്ഞ ചേച്ചി പറയുന്ന കേൾക്കുമ്പോഴേ ഇത്തരം കള്ളത്തരങ്ങളൊക്കെ ചേച്ചി പരീക്ഷിച്ചിട്ടുണ്ടെന്നേ തോന്നിപ്പോളൂ. ഓ പിന്നെ എനിക്കിവിടെ കാമുകമാരെ വിളിക്കാനാണല്ലോ നേരം. ഒന്ന് പോടി. ഇതുകൊണ്ടൊന്നും അമ്പിളിയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല. ചേച്ചി മോനെ കഴിക്കാൻ എടുത്തു വെക്കട്ടെ. നീ വരാത്തോണ്ട് മാമനും കഴിച്ചില്ല. എനിക്കിപ്പോ ഒന്നും വേണ്ടമ്മേ, കുറച്ച് കഴിയട്ടെ. നീ രഘുവിനെ വിളിച്ചു നോക്കിയോ വിനയ? ആ അയാൾ എടുക്കുന്നില്ല. അവരെല്ലാവരും ഒരു കൂട്ടാണെന്നേ. ഞാൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കിയതും അന്തസ്സായി പ്രസവ ചെലവിനുള്ള പണം എത്തിച്ചതൊന്നും അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്താനും പരിഹസിക്കാനുള്ള ഒരു കഥാപാത്രമായിരിക്കണം. അതാണ് അയാൾക്ക് ഇഷ്ടം. ഇന്ദ്രനെ ഞാൻ സഹായിച്ചപ്പോൾ അവൻ എന്നെ അംഗീകരിച്ചല്ലോ. അതും ഇയാൾക്ക് ക്ഷീണമായിട്ടുണ്ട്. അതൊക്കെ നിന്റെ തോന്നല വിനയ. രഘു എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും. അല്ലെങ്കിൽ നീ വിളിച്ച ഫോൺ എടുക്കാതിരിക്കോ? ആ അയാൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നെങ്കിലും ഒരിക്കലും എന്റെ സഹായം അയാൾക്ക് വേണ്ടി വരും. ചിലപ്പോ രഘു നിന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കുമായിരിക്കും വിനയ. ഞാൻ നാളെ ഒന്ന് മോനെ പോയി കണ്ടാലോ എന്ന് വിചാരിക്കുക. അവിടുത്തെ കാര്യങ്ങൾ അറിയാതെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നു. അവിടുത്തെ കാര്യങ്ങൾ എന്തറിയാനാടാ? നിന്റെ മോനെ അവര് പൊന്നു പോലെ നോക്കും. ചീരുവിനും അവിടെ ഒരു കുറവും ഉണ്ടാവില്ല. അതല്ലേ നിനക്ക് വേണ്ടു. ആർച്ചമോളെ കുറിച്ചും ഭദ്രമോളെ കുറിച്ചും നീ ആലോചിക്കാറ് പോലും ഇല്ലല്ലോ.